ഈ ടിനിയുടെ ജീവിതത്തിൽ ഒരുപാട് ഇടപെടലുകൾ നടത്തുന്ന ആളാണ് പക്രു. അമേരിക്കൻ എയർപോർട്ടിൽ വെച്ചിട്ട് പോലീസുകാർ കുത്തിനു പിടിച്ച് നിർത്തിയായിരുന്നു നമ്മുടെ ടിനി ടോമിനെ. അപ്പൊ അവിടെ പോയി ഇടപെട്ടതാരാ? അതെന്താന്ന് വെച്ചാൽ ഞങ്ങൾ അവിടുന്ന് പോരുന്നു, തിരിച്ചു പോരുന്നു. അമേരിക്കയിൽ നിന്ന് ഷോ ഒക്കെ കഴിഞ്ഞിട്ട് പോരുന്നു. എന്റെ കൂടെ ഉള്ളവര് പക്രുണ്ട്, പിന്നെ സമദ്, നവാസ്, നാദർഷ. ആ പേരുകൾ കേൾക്കുമ്പോ തന്നെ അറിയാലോ, ഒരു ഗാങ്ങാ. അപ്പോ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് നമ്മുടെ ഒരു സുഹൃത്ത്, നമ്മുടെ കൂട്ടത്തിൽ ഒരു സുഹൃത്ത് അവിടെ നിൽക്കുകയാണ്. പുള്ളി തിരിച്ചു വരുന്നില്ല. അപ്പൊ അമ്മയ്ക്ക് ഒരു ഗിഫ്റ്റ് മുങ്ങാണ്. അമ്മക്ക് ഗിഫ്റ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ആ ഗിഫ്റ്റ് ഒരു പൊതിയായിട്ട് തന്നേക്കണം. ആരുടെ ബാഗിൽ സ്ഥലമില്ല വെക്കാൻ. അപ്പൊ ഞാൻ ഈ ഉദാര മനസ്കനാണല്ലോ, എപ്പോഴും നമ്മൾ ആര് പറഞ്ഞാലും അല്ലേ നന്മമരം എന്റെ വീടിന്റെ അടുത്തുള്ള സുഹൃത്താണ്. അപ്പൊ പിന്നെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആ കവറിൽ എന്താന്ന് വെച്ചിട്ട് ഒന്നുമില്ല, അമ്മക്ക് കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞു ബാഗ്. അപ്പം അങ്ങനെ ആ ബാഗിന്റെ ഉള്ളില് ഇത് വെച്ചു. ഇത് സ്ക്രീൻ ചെയ്യുമല്ലോ അവിടെ, ബാഗ് സ്കാനറിലിട്ടു. അപ്പൊ അടിച്ചു. വീണ്ടും ഒരു പ്രാവശ്യം കൂടി കാണിച്ചു. രണ്ടാമത്തെ പ്രാവശ്യം ആയപ്പോ എനിക്ക് പേടിയായി, ഇതിന്റെ അകത്ത് ഇനി വേറെ വല്ല സാധനം ഉണ്ടോ. അപ്പൊ വരാൻ പറഞ്ഞു, അങ്ങോട്ട് വരാൻ പറഞ്ഞു. അത് തുറന്നു നോക്കിയപ്പോ ഞാൻ താഴെ നിൽക്കും, എന്നെ കണ്ടിട്ടില്ല. ഇവൻ പോകുന്ന വഴിക്ക് ചോട്ടി ഞാനുണ്ടാവും, കാണൂല. അപ്പൊ അങ്ങനെ അത് തുറന്നു നോക്കിയപ്പോ ഇത്രയുള്ള 2 കത്തിയാണ്. അയ്യോ, അവന്റെ അമ്മക്ക് മീൻ മുറിക്കാൻ വേണ്ടി തന്നുവിട്ട കത്തിയ. അതായത് സെപ്റ്റംബർ, അതിന്റെ കൂടെ കാലഘട്ടം കൂടെ പറയണം. സെപ്റ്റംബർ 11 ആ വലിയ വിഷയം കഴിഞ്ഞിട്ട് 2 മാസം 3 മാസം ആയിട്ടുള്ളൂ. വേൾഡ് ടവർ തകർന്നു. അതായത് സംശയം തോന്നിയ സ്പോട്ടിൽ വെടിവെച്ചോളാനുള്ള അപ്പൊ ഞാൻ ചോട്ടി നിൽക്കുവാണല്ലോ. പിന്നെ ഞാൻ കേൾക്കുന്ന ബൂട്ടിന്റെ സൗണ്ടുകളാ. ഈ ഇംഗ്ലീഷ് സിനിമയിലെ കുതിരക്കുളമ്പടി വരുന്ന പോലെ കുറെ ആൾക്കാർ ഓടി വന്നിട്ട് ഗണ്ണും വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുക, ഇദ്ദേഹത്തെ ഇങ്ങനെ പിടിച്ചിട്ട്. അത് ഒരു ആവശ്യമില്ലാണ്ട് ഞാനന്ന് വെറുതെ തിരിച്ചു പോകാന്ന് വെച്ചാൽ താടിയൊക്കെ ഇങ്ങനെ വെച്ച് വെറുതെ തൊപ്പിയും വെച്ചിട്ടുണ്ട്, ചെറിയൊരു താടിയുണ്ട്, അഫ്ഗാൻ ലുക്ക്. എന്നിട്ട് അവര് ഇവനോട് ചോദിച്ചു, ആർ യു ടെററിസ്റ്റ്? അല്ല, ഞാൻ അങ്ങനെ ടൂറിസ്റ്റ് എന്ന് ചോദിച്ചു. ടൂറിസ്റ്റ് എന്നാണ് അവര്. ഞാൻ ടൂറിസ്റ്റ് എന്നാ കേട്ടത്. ഞാൻ പറഞ്ഞു ടൂറിസ്റ്റ് എന്നല്ല, അവര് ആരും ടെററിസ്റ്റ് എന്നാണ്. ഞാൻ ടൂറിസ്റ്റ് എന്നാ കേട്ടത്. അപ്പൊ ഞാൻ അപ്പൊ അവര് പറഞ്ഞു ആദ്യമായിട്ടാണ് ഒരു ടെററിസ്റ്റ് ചോദിച്ച ഉടനെ സമ്മതിച്ചത്. ഫസ്റ്റ് ടൈം. അപ്പൊ ഉടനെ തന്നെ ഹൂ ഈസ് യുവർ ടീം ലീഡർ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഉടനെ പക്രുവിനെ കാണിച്ചു കൊടുത്തു. അപ്പൊ ഈസ് എ ലീഡർ ഓർ എ ബോംബ്? ബോംബാണെന്ന് ചോദിച്ചു. പിന്നെ ഞാൻ അല്ല, അതോടുകൂടി എന്നെ കാണിച്ചു കൊടുത്തോടെ ഇങ്ങനെ നിന്ന് തോക്കൊക്കെ ഇങ്ങനെ താന്നു. ഇവനെയാണല്ലോ വെടിവെക്കേണ്ടതെന്നുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു ടെററിസ്റ്റ് ലീഡറെ അവർ ആദ്യമായിട്ട് കാണുക. അവിടെ ഒരു ചെറിയൊരു സംഭവങ്ങള്. അപ്പൊ ഇതിന് മുമ്പുള്ള ഒരു ഉപകഥ എന്താന്ന് വെച്ചാൽ, നമ്മൾ ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് 5 സ്റ്റാർ തട്ടുകട ഷൂട്ടെല്ലാം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഹൈവേ പോലീസ് ഉണ്ടാവും. മിക്കവാറും പോലീസ് കൈ കാണിക്കും. കൈ കാണിച്ചു കഴിയുമ്പോൾ ID കാർഡും കാര്യങ്ങളൊന്നും കാണിച്ചിട്ടും അങ്ങനെ അവർക്കൊരു തിരിച്ചറിയപ്പെടുന്ന ആൾക്കാരല്ല. ഞാൻ വണ്ടിയുടെ പുറകെ കിടന്ന് ഉറങ്ങുമായിരിക്കും. ആ ഉറക്കത്തിൽ എന്നെ എടുത്ത് ഇങ്ങനെ കാണിക്കും. നിങ്ങളാണോ എന്ന് പറഞ്ഞു ഇദ്ദേഹത്തിന് അതൊരു ശീലമായി പോയി, എന്നെ ചൂണ്ടിക്കാണിച്ചു. അപ്പൊ ഇവനെ കാണിച്ചു കൊടുത്തോടെ സംഭവം തമാശയായി മാറി. അവര് പറഞ്ഞു ഫ്ലൈറ്റിന്റെ ഫ്രണ്ടിലിരിക്കണം, അനങ്ങരുത്, ഈ നാട്ടിലെത്തുന്നത് വരെ എന്ന് പറഞ്ഞു. പക്ഷെ അതിനുശേഷം ഈ ഷിക്കാഗോ ഇന്റർനാഷണൽ എയർപോർട്ട് പാസ്പോർട്ട് ജാമ്യമൊക്കെ മേടിച്ചു വെച്ചു. എന്തേലും വന്നാൽ നിങ്ങളോട് ചോദിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു പാസ്പോർട്ട് മേടിച്ചു. സീറ്റിലിരിക്കണം, അനങ്ങരുത് അവിടുന്ന്. അവിടെ എത്തുന്നത് വരെ നിസ്സാര കാര്യമല്ല. അവര് വണ്ടി വന്നു, പുറത്ത് ട്രക്ക് വന്ന് എന്നെ കൊണ്ടുപോകാനായിട്ട്. അതുപോലെ തന്നെ ഇവിടെ വന്നതിന് ശേഷം അവിടുന്ന് ബില്ല് വന്നു. അവിടെ അവര് വീഡിയോയില് നോക്കി. അപ്പൊ ഇത്രയും രൂപ അടക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞു, നിന്റെ അമ്മക്ക് വേണ്ടി കൊണ്ടുവന്ന കത്തിയല്ലേ, നീ തന്നെ അടക്കെന്ന് പറഞ്ഞ് അവനെ അയച്ചു കൊടുത്തു. പിന്നെ നമ്മൾ ആർട്ടിസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് പ്രൂഫ് കൊടുത്തിട്ട് $500 ഇറക്കേണ്ടി വന്നു. പിന്നെ പൊങ്ങി, പിന്നെ ഇവിടെ ഇടക്കിടക്ക് പൊങ്ങാറുണ്ട്. കുഴപ്പമില്ലല്ലേ? അങ്ങനെ ഞാനുള്ളതുകൊണ്ടല്ലേ. പക്രുവിനെ കണ്ടപ്പോ ആ ചൂണ്ടിന്നോനെ ഇയാളെ വെടിവെക്കേണ്ട കാര്യമുണ്ടോ എന്ന് ആലോചിച്ചിട്ടുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും. അവരോട് സംസാരിച്ചോ? ഇല്ല, അങ്ങനെ നമുക്ക് ഇത് ഇച്ചിരി ഭയപ്പെട്ടു പോയി, ടെൻഷനായി. എന്റെ കൂടെ ഉള്ളവരും ആരും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. നമ്മളോടൊന്നും ചോദിച്ചില്ല. എന്നോട് ചോദിച്ച കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഇദ്ദേഹം പറയുന്ന കാര്യമൊക്കെ ശരിയാണോ, ഇദ്ദേഹം നിങ്ങൾ പ്രോഗ്രാം ഷോക്കാർഡൊക്കെ ഞങ്ങൾ സൂക്ഷിച്ചു വെക്കാറുണ്ട്. ഇതെല്ലാം കാണിച്ചപ്പം ഓക്കെ. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, 1 മണിക്കൂറോളം ഞങ്ങൾ വരേണ്ട ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്തു. ഞങ്ങൾ അങ്ങോട്ട് കയറിയപ്പോ എല്ലാവരും ഫ്ലൈറ്റിനകത്തുള്ളൊരു കൈയടിക്കുമായിരുന്നു. 1 മണിക്കൂർ ലേറ്റായി ഈ ഒരൊറ്റ കാരണം കൊണ്ട്. എന്താ ലക്ഷണ പെശകായിരുന്നു. അതിന്റെ അകത്ത് ഉണ്ടായിരുന്നത് ഇത്രയുള്ള 2 കത്തി, പിന്നെ ഇത്രയുള്ള ജോണി വാക്കറിന്റെ വലിയൊരു കുപ്പി നാട്ടിൽ കൊടുക്കാൻ. അമ്മക്കല്ലേ, ഇത് സുഹൃത്തുക്കൾക്ക് കൊടുക്കാൻ. പിന്നെ 4 പാക്കറ്റ് 2 പാക്കറ്റ് മറ്റേ സിഗരറ്റ്. അപ്പൊ മൊത്തം ഒരു ലക്ഷണ പെശ. എനിക്ക് ഒരു കാര്യം ഇഷ്ടപ്പെട്ടു.
ചോദിച്ച ഉടനെ ആർ യു ടെററിസ്റ്റ് വെരി മച്ച് വെൽക്കം എന്ന് പറഞ്ഞ ടൂറിസ്റ്റ് എന്ന് പറഞ്ഞല്ലേ സംഭവം കിട്ടില്ല. കാരണം കേട്ടോ നല്ല കാര്യം. അന്ന് തൊട്ട് ഏറി കയറുന്ന നമ്മുടെ ശീലമായി. അന്ന് പോലെ നമ്മൾ തുടങ്ങിയതാ അല്ലേ? അപ്പൊ ഇത് കഴിഞ്ഞ് ഇതേപോലെ വേറെ ഏതെങ്കിലും എയർപോർട്ടിൽ പോയിട്ട് അപ്പുറത്തിപ്പെട്ടിട്ടുണ്ടോ? പിന്നെ ലണ്ടൻ എയർപോർട്ടിൽ അതെന്തായിരുന്നു അതേ എയർപോർട്ടിൽ എന്ന് പറഞ്ഞാല് നമ്മൾ ഇതുപോലെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് രാത്രി എല്ലാവരും കൂടി ഇങ്ങനെ വരികയാണ്. അത് ജർമ്മനിയിൽ വെച്ചിട്ടാണ്, ഡസൽഡോഫ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എയർപോർട്ടിൽ. അങ്ങനെ എനിക്കറിയത്തില്ല. അപ്പൊ ഞാൻ ഓർക്കുന്നുണ്ട് അത് ഇപ്പോഴും. കാരണം ഞങ്ങളെ കൊണ്ടുവന്നാക്കി അവർ എത്രയോ ദൂരത്തുനിന്ന്, അതായത് എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്ത് കൊണ്ടുവന്ന് ആക്കിയതുപോലെ അവർ നമ്മളാക്കിയിട്ട് പോയി. അങ്ങനെ ഭാരവാഹികള്. അപ്പൊ നമ്മുടെ കൂടെ പ്രേംകുമാർ അല്ലെ, കൽപ്പന ചേച്ചി ഉണ്ടായിരുന്നു, ജോസ് തോമസ് ആണ് ഡയറക്ടർ, അച്ചായൻ എന്ന് പറഞ്ഞാല് ജർമ്മനിയിൽ അച്ചായൻ. ആ അച്ചായനെ വെച്ചിട്ടാണ് കടൽ കടന്ന് മാത്തുക്കുട്ടി എന്ന് പറഞ്ഞ് മമ്മൂക്ക റോൾ ചെയ്ത്. അപ്പൊ ഇങ്ങനെ ഇവരെല്ലാരും കൂടി ഞങ്ങൾ ചെന്ന് അപ്പൊ തന്നെ, ഇതായത് ഒരു എയർപോർട്ടിൽ നിന്ന് അവിടുത്തെ ഇതിലേക്ക് പോകണമെങ്കിൽ ട്രെയിനിലാണ് പോകേണ്ടത്, ട്രെയിൻ കണക്ഷൻ ആണ്. അപ്പൊ ഇതുപോലെ തന്നെ നമ്മൾ ബാഗിങ്ങിനൊക്കെ ചെക്ക് ഇൻ ചെയ്തു, കംപ്ലീറ്റ് സ്കാൻ ചെയ്ത് ഇവനെ എടുത്തോണ്ട് ഓടുകയാണ്. സമയമായി. ഇവനെ എടുത്ത് ഒരു ട്രെയിനിൽ കയറി വേറെ അടുത്ത ട്രെയിനിൽ കയറിയിട്ട് വേണം എയർപോർട്ടിൽ, ആ മെയിൻ എയർപോർട്ടിലെത്താൻ. അവിടെ എത്താറായപ്പോഴേക്കും ഇവൻ ചോദിച്ചു പാസ്പോർട്ട് എന്തിയെന്ന് ചോദിച്ചു. ഞാൻ ഒരു നിമിഷം നിന്ന് വിറക്കാണ്. ഇപ്പോഴും എനിക്ക് ഭയങ്കര തരിച്ചു കയറാണ്. കാരണം ഞാൻ പറഞ്ഞു എവിടെ, ഇവരൊക്കെ പോവാണ്. അപ്പം അച്ചായൻ എന്ന് പറഞ്ഞാൽ വളരെ കൂളാ, നിങ്ങൾ എന്തെങ്കിലും ചെയ്യും ഞങ്ങൾ പോകുമെന്ന് പറഞ്ഞു. അല്ല അച്ചായൻ ഞങ്ങളുടെ കാര്യം, നിങ്ങൾ പാസ്പോർട്ട് കളഞ്ഞാൽ ഞാൻ എന്നാ ചെയ്യാനാ, ഇങ്ങനെ നിൽക്കുള്ളൂ പുള്ളി. അപ്പൊ ഞാൻ ഇവനും കൂടി പെട്ടില്ലേ, രണ്ടുപേരുടെയും പാസ്പോർട്ട് ഇല്ല. രണ്ടുപേരുടെയും കൂടെ ഒന്നിച്ച് അവിടെ വെച്ചിട്ട് എടുത്തില്ല. ആ ഒരു ബാഗിൽ ഇവനെ എടുത്തോണ്ട് ഓടുന്നു. ഓൾറെഡി ലേറ്റ് ആണ്, നമ്മൾ പെട്ടെന്ന് തന്നെ ബാഗും പക്രു ഉണ്ടായിരുന്നു. പക്രുവിനെ എടുത്ത് ബാഗ് അവിടെ വെച്ചിട്ട് വന്നു. തിരിച്ചായിരുന്നു ചെയ്യണ്ടേ. അപ്പൊ എന്ത് ചെയ്തു, ഇവര് ഫ്ലൈറ്റിൽ കയറി. അങ്ങനെയെങ്കിൽ അവിടെ എന്താ പറയാ, അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ ട്രെയിനിൽ തന്നെ വീണ്ടും കറങ്ങി തിരിഞ്ഞ് പാസ്പോർട്ടിന് എവിടെയൊന്നും അറിയില്ല, ഇവിടെ ഉണ്ടോന്നും അറിയില്ല. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ഞങ്ങൾ പെട്ടു. ഞങ്ങൾ ജോലി ചെയ്യാനൊക്കെ തീരുമാനിച്ചു. എന്ത് എങ്ങനെ ജീവിക്കൂടാ. എയർപോർട്ടിൽ കോമഡി ഒക്കെ എന്ത് ജോലി ചെയ്യാൻ പറ്റും, ഞങ്ങൾ കോമഡി കാണിക്കും. കോമഡിക്ക് ഭാഷയില്ലല്ലോ. അതില്ല. തിരിച്ച് ഞങ്ങൾ ഇവിടെ എത്തിയപ്പോ ഭാഗ്യത്തിന് തുറന്നു നോക്കിയപ്പോ അതിൽ പാസ്പോർട്ട് ഉണ്ട്, ബാഗ് അവിടെ ഇപ്പുണ്ട്. പിന്നെ അവിടുത്തെ നാട്ടുകാരെ തന്നെ വിളിച്ചു, ഞങ്ങളെ കൊണ്ടുവന്നാക്കിയാണ്. അവർ ഓൾറെഡി തിരിച്ചെത്താറായി. എത്ര ഡിസ്റ്റൻസിൽ അവർ തിരിച്ചു വരാം. ഞങ്ങളുടെ ചില്ലറ മാത്രമേ ഉള്ളൂ, പൗണ്ടുകൾ, വളരെ പൗണ്ടുകൾ. ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഒരു കോഫിയും കിട്ടി, ഒരു ഫ്രഞ്ച് ഫ്രൈസും മാത്രം കിട്ടി. എനിക്കാണെങ്കിൽ വിശന്നിട്ട് കണ്ണു കാണാൻ പാടില്ല. രാത്രി പ്രോഗ്രാം കഴിഞ്ഞ് ഉറങ്ങിയിട്ടില്ല. കഴിക്കുന്ന ആളല്ലേ? കഴിക്കണാണ്. അപ്പൊ കേട്ടിട്ടുണ്ട് ഞാൻ. അങ്ങനെ കോഫി കഴിച്ചു. ഈ ഫ്രഞ്ച് ഫ്രൈസ് ഇവൻ കഴിക്കുമ്പോ ഞാൻ എന്റെ കഴിച്ചു കഴിഞ്ഞാൽ അവനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവൻ ആ കഴിക്കണത് എനിക്കിന്ന് വെച്ച് തന്നു. മനസ്സിലായി ഇവൻ, അല്ലെങ്കിൽ ഞാൻ ഇവനെ പിടിച്ച് തിന്നുന്നു. അത്ര വിശന്ന് നിൽക്കാണ്. അത് കഴിച്ചിട്ട് പിന്നെ ഒരു ദിവസം, അതായത് കാലത്ത് 7 മണി മുതൽ രാത്രി 12 മണി വരെ ആ എയർപോർട്ടിലായിരുന്നു ഫുള്ള്. അവര് തിരിച്ചു ഉണ്ടായിരുന്നു അല്ലേ? അതൊരു സെക്യൂരിറ്റി എടുത്തു വെച്ചു, കാരണം എന്നെ മനസ്സിലായിരുന്നു.